ഞങ്ങൾ ഒരുമിച്ചാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളാകുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ജനസേവനം നടത്തിയ റസലിനോട് അടുക്കുമ്പോഴാണ് റസൽ എത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന്. സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു, എൻ്റെ നെയ്ബറാണ്. വ്യക്തിപരമായ വലിയ ബന്ധമാണ് ആലപ്പുഴയുമായി റസലിനുള്ളത്. വളരെ പക്വതയോടുകൂടി വിഷയങ്ങളിൽ ഇടപെടാനും ദീർഘകാലമായിട്ടുള്ള അടുത്ത സഹപ്രവർത്തകനും എല്ലാ കാര്യത്തിലും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. ഏതു പ്രശ്നമാണെങ്കിലും ചിരിച്ചുകൊണ്ട് മാത്രം നേരിടുന്നതാണ്. ഞാൻ മുന്നണിയിലുണ്ടായിരുന്നപ്പോഴും മുന്നണിയിൽ നിന്ന് മാറിയപ്പോഴും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി അതിനെല്ലാം അദ്ദേഹം ഒരു വഴക്കമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായി തൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കാകെ നിലയ്ക്കാത്ത ഊർജ്ജപ്രവാഹമായി. 1984 സുരേഷ് കുറുപ്പ് ലോകസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാവശ്യം പറയാൻ ഒരാളുണ്ട് എന്ന് വലിയൊരു സഹോദര തുല്യമായ സ്നേഹത്തോടുകൂടി പ്രോത്സാഹനം തന്ന, ഏത് കാര്യത്തിന് എപ്പോൾ ചെന്നാലും എല്ലാവരും സൗഹൃദപരമായ ഒരു പെരുമാറ്റവും റസലിനെ പോലുള്ള ഊർജ്ജസ്വലനായ എനിക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു റസലിനോട്. ചങ്ങനാശ്ശേരി പോലൊരു നിയോജക മണ്ഡലത്തിൽ 40 വർഷക്കാലത്തിന് ശേഷം ജോൺ മൈക്കിളിനെ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ റസലിൻ്റെ ഒരു കൃത്യമായ ഉപദേശവും കരുതലും. 25 വർഷമായിട്ട് ജനപ്രതിനിധിയാകുവാൻ കഴിഞ്ഞതും റസലിൻ്റെ സഹായമാണ്. പൊതുപ്രവർത്തന രംഗത്ത് വളരെ നിറസാന്നിധ്യമായിരുന്ന നമ്മുടെ AV റസലിന് സൗമ്യനും ആളുകളുമായിട്ട് എല്ലാവരുമായിട്ടും സൗഹൃദം പുലർത്തിയ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കോട്ടയം ജില്ലയിൽ ശക്തിപ്പെടുത്തുന്ന സഖാവ് റസലിൻ്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദന ഉളവാക്കുന്നൊരു അനുഭവമാണ്. ഞാനുമായിട്ട് ഉള്ളൊരു ബന്ധം സുദീർഘമായൊരു ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളാകുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഒരു വലിയ ആത്മബന്ധം ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ തുടരാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കാര്യങ്ങളോട് വളരെ കൃത്യമായി ഇടപെടുകയും കാര്യങ്ങൾ വളരെ സുതാര്യവും നിഷ്പക്ഷമായി സംസാരിക്കുകയും നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ തൻ്റേതായ ഇടപെടൽ നടത്തുകയും ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. വ്യക്തിപരമായി പലപ്പോഴും പല വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥമായി ആർജവത്തോടെ അക്കാര്യത്തിൽ ഇടപെട്ട് സഹായിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പൊതുജീവിതത്തിന് പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഇന്നലെ മുതൽ ഇവിടെ കടന്നു വരുന്ന ഈ ജനാവലി പ്രിയപ്പെട്ട റസലിനെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ടായിരുന്ന, സാധാരണ മനുഷ്യരോടൊപ്പം ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട ഒരു വലിയ മനുഷ്യസ്നേഹിയും ഒരു നല്ല കമ്മ്യൂണിസ്റ്റിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിനും പൊതുപ്രവർത്തകർക്കൊക്കെ തന്നെ മാതൃകയായ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ നഷ്ടം കൂടിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. വളരെ പ്രിയപ്പെട്ട നേതാവ്, കോട്ടയം ജില്ലയിൽ എല്ലാവരോടും വളരെയധികം സൗഹാർദ്ദം പങ്കിടുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ജനസേവനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട AV റസൽ. അദ്ദേഹത്തിൻ്റെ നിര്യാണം വളരെയധികം ദുഃഖകരമാണ്. ഇത്ര പെട്ടെന്ന് ഒരു നിര്യാണം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഈ സഹകരണ രംഗത്തും അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു. അനുശോചനം. വളരെ അടുത്ത ഒരു സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയ മാന്യതയുടെ മുഖമായിരുന്നു റസൽ. പലപ്പോഴും ഞാനും റസലും പല സംവാദവേദികളിൽ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ വളരെ അഗ്രസീവ് ആകാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര അഗ്രസീവ് ആയാലും റസൽ ആ സൗമ്യത കൈവിട്ടിട്ടില്ല. കാര്യങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കുമായിരുന്നു. ഏത് വിഷയവും വളരെ ആഴത്തിൽ പഠിക്കുകയും വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് റസലിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. പുറമേ നോക്കുമ്പം റസൽ
ഒരു പരുക്കൻ സ്വഭാവമുള്ള ഒരാളായിട്ട് തോന്നും. പക്ഷേ റസലിനോട് അടുക്കുമ്പോഴാണ് റസൽ എത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞങ്ങളുടെ സൗഹൃദം ഈ പാർട്ടി നേതൃത്വത്തിൽ വന്നതിന് ശേഷമുള്ളതല്ല, വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ സൗഹൃദം ഒരു കോട്ടവും തട്ടാതെ രാഷ്ട്രീയ എതിർപ്പുകൾ പരസ്യമായി ശക്തമായി വിട്ടുവീഴ്ചയില്ലാതെ പ്രചരിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴും ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും തട്ടിയിരുന്നില്ല. റസലിൻ്റെ വേർപാട് വ്യക്തിപരമായി വലിയ പ്രയാസമാണ് എനിക്കുണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടി വളരെയേറെ റസലുമായി വളരെ അടുപ്പത്തിലാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെല്ലാം എല്ലാ പാർട്ടി പ്രവർത്തകർക്കും വലിയൊരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ലൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ നെയ്ബറാണ്. അതുപരി നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ വളരെയധികം അനുശോചിക്കുന്നു. സഖാവ് റസലുമായി ഏതാണ്ട് ഒരു 35 വർഷം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആലപ്പുഴയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ സഖാവ് റസൽ കോട്ടയം ജില്ലാ സെക്രട്ടറി. വ്യക്തിപരമായ വലിയ ബന്ധമാണ് ആലപ്പുഴയുമായി റസലിനുള്ളത്. റസലിൻ്റെ അമ്മയുടെ വീട് എൻ്റെ മണ്ഡലമായ കണിച്ചുകുളങ്ങരയിലാണ്. റസലിൻ്റെ ഭാര്യയുടെ വീട് തൃക്കുന്നപ്പുഴയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് പൊതുകാര്യങ്ങളിലുമൊക്കെ എന്നും ഞങ്ങൾ തമ്മിൽ ഇടപെടുമായിരുന്നു. ഒരു സ്വന്തം സഹോദരനും സഹപ്രവർത്തകനുമാണ് നഷ്ടപ്പെട്ടത്. ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് അകാലത്തിൽ സഖാവ് റസൽ വേർപെട്ടുപോയത്. കുടുംബത്തോടും പാർട്ടിയോടും എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. സഖാവ് എ വി റസൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി വന്നുവെങ്കിലും വളരെ പക്വതയോടുകൂടി വിഷയങ്ങളിൽ ഇടപെടാനും വളരെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അദ്ദേഹം പ്രത്യേകമായും കഴിവ് പ്രകടമാക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവ് എന്ന നിലയിലും തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങളെ കൂട്ടായി നയിക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന റസൽ അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കൂടുമ്പോൾ അദ്ദേഹവുമായി നേരിട്ട് അപ്പം തന്നെ ഓൺലൈനിൽ സംവദിച്ചുകൊണ്ടാണ് ഓപ്പറേഷന് ശേഷവും എല്ലാം സുഖം പ്രാപിച്ച് വരുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും, എല്ലാ പ്രശ്നത്തിനും നമുക്ക് ഏത് വിഷയം ഉണ്ടെങ്കിലും ഇടപെടാം, പരിഹാരം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് LDF യോഗം തന്നെ ഉടനെ നമ്മെ വിളിച്ച് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ആലോചിക്കണം എന്ന് വാക്ക് അവസാനം പറഞ്ഞ റസലാണ് അപ്രതീക്ഷിതമായ ഇതുപോലൊരു വേർപാടുണ്ടായത്. ആ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ അതിൻ്റെ ദുഃഖവും വേദനയും എല്ലാം അറിയിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. റസലിൻ്റെ അകാലത്തിലുള്ള മരണം വലിയ വേദനയുണ്ടാക്കുന്ന ഒരെണ്ണമാണ്. ദീർഘകാലമായിട്ടുള്ള അടുത്ത സഹപ്രവർത്തകനും എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടെ നിൽക്കുന്ന സഖാവുമായിരുന്നു. ദീർഘകാലമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമാണ് റസലുമായിട്ടുള്ളത്. ഈ മരണം പ്രതീക്ഷിച്ചിരുന്നതല്ല, വലിയ വേദന ഉളവാക്കുന്ന ഒന്നാണ്. ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത്. പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും ഒരേപോലെ ശോഭിച്ച സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് റസൽ. റസലിൻ്റെ വേർപാട് CPM-നും പൊതുസമൂഹത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഈ നാടിനും വലിയ നഷ്ടമാണ്. ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഖാവ് റസൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് പ്രവർത്തന രംഗത്ത് വന്നത്. വളരെ ദീർഘകാലം അക്ഷീണമായ പരിശ്രമവും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുള്ള കൂറും ഉജ്ജ്വലനായ സംഘാടകനുമായിരുന്നു സഖാവ് റസൽ. അദ്ദേഹത്തിൻ്റെ സംഘാടക മികവും അതോടൊപ്പം തന്നെ നല്ല ലളിതമായ ഇടപെടലും സാധാരണ ആൾക്കറിയാം. അദ്ദേഹം ഏതു പ്രശ്നമാണെങ്കിലും ചിരിച്ചുകൊണ്ട് മാത്രം നേരിടുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ യോജിപ്പ് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലും അസാമാന്യമായ പാടവമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു അസുഖം അറിയുന്നത്. വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ചു വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ
അദ്ദേഹത്തിന് അതുപോലെ റിക്കവർ ചെയ്ത് വരാൻ കഴിഞ്ഞില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീർത്താൽ തീരാത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറവ് കുറേ കാലത്തേക്ക് എന്തായാലും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ കാലഘട്ടത്തിൽ തികച്ചും ആവശ്യമായുള്ളൊരു വ്യക്തിയുടെ അഭാവമാണ് നിഴലിച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടും ദുഃഖവും അനുശോചനവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വേദനയിലും പങ്കുചേരുകയാണ്. റസലും ഞാനുമായി വളരെ വ്യക്തിപരമായൊരു ബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ മുന്നണിയിലുണ്ടായിരുന്നപ്പോഴും മുന്നണിയിൽ നിന്ന് മാറിയപ്പോഴും അതേ ഹൃദയബന്ധം നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നിർബന്ധമായി എന്നെ വിളിച്ച് അവിടെ ഇരുത്തി ചോറിൻ്റെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത്. രാഷ്ട്രീയത്തിന് അതീതമായൊരു ബന്ധം എല്ലാവരോടും കാത്തു സൂക്ഷിച്ചിരുന്ന മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു റസൽ. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരു തീരാ നഷ്ടം തന്നെയാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ചങ്ങനാശ്ശേരിയിലെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവായിരുന്നു റസൽ. ഒട്ടേറെ കാര്യങ്ങൾക്ക് തൊട്ടയൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാനും പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ചർച്ചകളും ഒക്കെ നടത്താനുള്ള അവസരങ്ങൾ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളോടും പോസിറ്റീവായി ഒരു സമീപനം സ്വീകരിക്കുന്ന ഉത്തമനായ ഒരു സഖാവായിരുന്നു സഖാവ് റസൽ എന്നതാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മിക്കാനുള്ളത്. സഖാവ് റസലിന്റെ വേർപാടെന്ന് പറയുന്നത് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടുകയാണ്. ആത്മാർത്ഥതയുള്ള സത്യസന്ധമായ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സഖാവായിരുന്നു സഖാവ് റസൽ. റസലിന്റെ വേർപാട് തീർച്ചയായും പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചതോട് തീരാ നഷ്ടമാണ് പറയുന്നതിൽ. നാട്ടുകാരനായ റസലണ്ണനും CPM ജില്ലാ സെക്രട്ടറിയായ AV റസലും ഈ പ്രദേശത്തുകാർക്കും ഈ നാട്ടുകാർക്കും ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം കോട്ടയം ജില്ലയിലും ആകമാനം സംസ്ഥാനത്താകമാനവും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. യുവജന വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയിൽ സമരങ്ങളിൽ വലിയ ധീരമായ പോരാട്ടം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ നാട്ടുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളിലും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു നേതൃത്വമായിരുന്നു ശ്രീ AV റസലിൻ്റേത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ നാടിൻ്റെ കൊച്ചു കൊച്ചു വികസന പ്രവർത്തനങ്ങൾ തൊട്ട് വലിയ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ഒക്കെ ഞങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തന രംഗത്ത് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നപ്പോഴും ഒരുമിച്ച് പോകുവാനുണ്ടായ സാഹചര്യം. അതിനെല്ലാം അദ്ദേഹം ഒരു വഴക്കമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുവജനങ്ങളുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോരാട്ടങ്ങളിൽ വന്ന അദ്ദേഹം കുറേ കൂടി ഉത്തരവാദിത്തമുള്ള പോസ്റ്റുകളിൽ വന്നപ്പോൾ രാഷ്ട്രീയമായ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിൽ നാടിൻ്റെ വികസനത്തിന് ഒത്തുനിന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് സത്യത്തിൽ ഒരു വലിയ നഷ്ടമാണ്, വലിയ ഒരു സങ്കടമാണ് അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടത്തിലൂടെ ഉണ്ടായത്. നനച്ചിരിക്കാത്ത സമയത്താണ് റസലണ്ണൻ്റെ വിയോഗമുണ്ടായത്. ഞാൻ അനുശോചനം അറിയിക്കുന്നു. സഖാവ് AV റസലിൻ്റെ നിര്യാണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും മാത്രമല്ല ഈ നാടിനാകെ നികത്താനാവാത്ത നഷ്ടമാണ്. പൊതുപ്രവർത്തകർക്ക് ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെ സംബന്ധിച്ചും ഓരോ സംഘാടന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ചും വിദ്യാർത്ഥി പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ മാതൃകയാക്കാൻ അദ്ദേഹം കാണിച്ചു തന്ന വഴിയാണ് പ്രചോദനമായത്. ജ്യേഷ്ഠ സഹോദരനായി ഒട്ടേറെ കാലം കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായി സഖാവ് റസലിൻ്റെ ക്ഷണം ഒരിക്കലും ഞങ്ങൾ ഓരോ പരിപാടിയുടെ ഭാഗമായി ഉപേക്ഷിക്കാറില്ല. അത്രയേറെ ആതിഥേയത്വ മര്യാദയോടു കൂടിയാണ് അദ്ദേഹം ഓരോ പരിപാടിക്ക് ക്ഷണിക്കുന്നത്. പലപ്പോഴും
ഒരു ഫോൺ കോൾ ഓരോ രാഷ്ട്രീയ പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെതായി വരും. പാർട്ടിയുടെയും ബഹുജന പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഒട്ടേറെ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ അതിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാവാത്ത ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് മുമ്പിൽ കുടുംബാംഗങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പമുള്ള ദുഃഖം പങ്കുവെക്കും. സഖാവ് എ വി റസലിൻ്റെ നിര്യാണം കോട്ടയം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പൊതുവിലും CPI-എമ്മിനെ സംബന്ധിച്ച് വിശേഷിച്ചും അപരിഹാര്യമായ നഷ്ടമാണ്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചുള്ള മരണം ഭൗതികമായൊരു വേർപാടാണ് എന്നതിനുമപ്പുറം നിത്യസമരങ്ങൾക്കുള്ള ഇന്ധനമായിട്ടാണ് അവരുടെ മരണത്തെ ഓർമ്മകളെയൊക്കെ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. സഖാവ് എ വി റസൽ കോട്ടയം ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുതൽ തൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കാകെ നിലയ്ക്കാത്ത ഊർജ്ജ പ്രവാഹമായി. അതുകൊണ്ട് കടിച്ചമർത്തുന്ന വേദനയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഉൾക്കൊണ്ട് വർദ്ധിച്ച സമരങ്ങൾക്കുള്ള ഇന്ധനമായി അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മാറ്റിയെടുക്കും. സഖാവ് റസലുമായി 4 പതിറ്റാണ്ട് നീണ്ട ആത്മബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കൊല്ലത്തെ SFI രംഗത്തെ പ്രവർത്തനത്തിന് ശേഷം 1984 സുരേഷ് കുറുപ്പ് ലോകസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് സഖാവ് റസൽ കേന്ദ്രീകരിച്ചത്. LDF-ന് ഒരിക്കലും അനുകൂലമല്ലാത്തൊരിടമായിരുന്നു ചങ്ങനാശ്ശേരിയും മാടപ്പള്ളിയുമെന്ന്. SFI പ്രവർത്തകരെ ഈ രംഗത്ത് കൊണ്ടുവന്നപ്പോൾ കൊല്ലത്തെ SFI പ്രവർത്തകരാണ് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനിട വന്നത്. റസലിൻ്റെ ആ ബന്ധത്തിൽ നിന്നാണ് മാടപ്പള്ളിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ചങ്ങനാശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയൊരു അടിത്തറ രൂപപ്പെട്ടത് എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പിന്നീട് നിരവധി രംഗങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രവർത്തിച്ചതെന്ന് നേരിൽ കണ്ട് അടുത്തുനിന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 2 ശരീരമെങ്കിലും ഒരു മനസ്സായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവങ്ങളാണ് വേദന നിറഞ്ഞ ആ വേർപാടിൽ മനസ്സിനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയുടെ പൊതുമണ്ഡലത്തിന് കനത്ത നഷ്ടമാണ് സഖാവ് എ വി റസലിൻ്റെ വേർപാട് മൂലം സംഭവിച്ചിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിലെ വ്യത്യസ്തരായ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും എ വി റസൽ ഒരു ധൈര്യം പകർന്നു തന്നിട്ടുള്ള ഒരാളായിരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാവശ്യം പറയാൻ ഒരാളുണ്ട് എന്ന തോന്നൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്ക് പോലും ഉണ്ടായിരുന്നു. ഒരു പച്ചയായ മനുഷ്യൻ, പ്രകടനപരമായി വലിയ സന്തോഷവും സ്നേഹവും ഒന്നും കാണിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മയുള്ള മനുഷ്യനായിരുന്നു. ഒരു കാപട്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ലായിരുന്നു. ഉള്ള കാര്യം ഉള്ളതായിട്ട്, നടക്കാത്ത കാര്യം നടക്കില്ല എന്ന് ഒട്ടും ആലോചിക്കാതെ തന്നെ തുറന്നു പറയാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് കരുണയുടെ മേഖലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ധാരാളമുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ പോലും ആശുപത്രി അഭയം പ്രാപിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ ആരും അറിയാതെ സഹായം കൊടുത്തിട്ടുള്ള ആളാണ്. കാരണം പൊതുപ്രവർത്തകർക്ക് അത്തരം ചില ആവശ്യങ്ങൾ വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സമാഹരിക്കാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വലിയ മനസ്സ് കാണിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അക്കാര്യത്തിൽ മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ സ്വഭാവം LDF-ൻ്റെ കോട്ടയം ജില്ലയിലെ കെട്ടുറപ്പിന് വളരെ സഹായകരമായിരുന്നു. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചങ്ങനാശ്ശേരിയുടെ പൊതുമണ്ഡലത്തിലെ ഏറ്റവും ശക്തനായ, കരുത്തനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ആ വേർപാട് രാഷ്ട്രീയത്തിനപ്പുറം നാടിന് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. ഞങ്ങളെല്ലാം അതിൽ ഏറെ ദുഃഖിതരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും
വലിയ ഒരു സ്നേഹബന്ധം പുതുതായി വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടപ്പോൾ ആ ദിവസങ്ങളിലൊക്കെയും യൂത്ത് ഫണ്ടിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ പരിപാടിയും വിജയിപ്പിക്കണം, മികച്ച ഒരു സംഘാടകനായി കടന്നു വരണം എന്ന് വലിയൊരു സഹോദര തുല്യമായ സ്നേഹത്തോടു കൂടി പ്രോത്സാഹനം തന്ന പ്രിയപ്പെട്ട റസലേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഈ അവസരം ഒരിക്കൽ കൂടി വിനിയോഗിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട റസലേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇത്രയും ആത്മാർത്ഥമായി ജനങ്ങളോട് ഇടപെടുന്ന ഒരു നേതാവ്, ഏത് കാര്യത്തിന് എപ്പോൾ ചെന്നാലും എല്ലാവരും സൗഹൃദപരമായ ഒരു പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ എല്ലാ പ്രവർത്തകർക്കും അത് തീരാ നഷ്ടം തന്നെയാണ്. ഇത്രയും നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ജനങ്ങളെ അദ്ദേഹം സ്വാധീനിച്ച് കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പേര് വിളിച്ച് അകത്തോട്ട് കയറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അത്രയാൾ തിരക്കുണ്ടെങ്കിലും ശരി, ആ സൗഹൃദം അത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് മാറി എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. രാഷ്ട്രീയ രംഗത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്തരത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എല്ലാവിധ അനുശോചനം അറിയിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും ഞാനും പങ്കുചേർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റസൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക്, ഞാൻ ജനതാദളിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ആ നേതൃനിരയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു KS കൃഷ്ണൻകുട്ടി നായർ ഞങ്ങളിൽ നിന്ന് പോയപ്പോൾ ആ നേതൃനിരയിൽ സമര പോരാട്ടങ്ങൾ ഒരുപാട് DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടും പല നിലയിലും ഇവരുടെ റസലിൻ്റെ നേതൃത്വം, DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നേതൃത്വം, ഇതൊക്കെ ഞങ്ങളുടെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന് ഒരു കരുത്തായിരുന്നു. റസലിനെ പോലുള്ള ഊർജ്ജസ്വലനായ നല്ല അതായത് പ്രവർത്തന ഞങ്ങളെ നേതൃപാടവത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾ ഇന്ന് പല തലങ്ങളിൽ ഉയരുന്നുണ്ട്. റസലിനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ അത് വളരെ ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖം നമുക്ക് കോട്ടയം ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന് വളരെ തീരാ നഷ്ടമാണ്. അതൊരിക്കലും നികത്താൻ പറ്റാത്ത ഒരിടമാണ്. യുവജന പ്രസ്ഥാനത്തിന് എടുത്തു പറയാൻ പറ്റിയ ഒരു അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതാണെങ്കിലും പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാവരും ഒത്തുകൂട്ടിക്കൊണ്ടുവരാൻ ഒരു നേതൃത്വം എങ്ങനെ വേണം എന്നതിന് ഒരു മാതൃക റസലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തീരാ നഷ്ടമുള്ള ഒരു സുഹൃത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ ഒരു വേദനയിലും അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിലും ഞാൻ പങ്കുചേരുന്നു. എൻ്റെ ഹൃദയത്തിലുള്ള ആ സങ്കടവും ദുഃഖവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. AV റസൽ നമ്മെ വിട്ടുപിരിഞ്ഞു. റസലിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള റസലിൻ്റെ വിയോഗം എന്ന് പറയുന്നത് വളരെയധികം ഒരു ദുഃഖം ഉണ്ടാക്കുന്ന. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും റസൽ SFIയിലൂടെ കടന്നു വന്നു. ഞാൻ അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഘടകകക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSയിലൂടെ ഞാൻ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം ആത്മബന്ധം സൂക്ഷിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു റസലിനോട്. എനിക്ക് അടുത്ത് ചെന്ന് സ്വാതന്ത്ര്യത്തെ പറയാമായിരുന്നു. ഞങ്ങൾ സമപ്രായക്കാരാണ്. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ആ ബന്ധം ഈ മരണം വരെ നിലനിന്നിരുന്നുവെന്ന് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഈ റസലിൻ്റെ ഈ അകാല നിര്യാണത്തിന് പാർട്ടിക്കും പൊതുസമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ദുഃഖാർത്തരായ കുടുംബങ്ങൾക്കും സംഭവിച്ച ആ വലിയ നഷ്ടത്തിൽ എല്ലാവരോടുമൊപ്പം ഞാനും പങ്കുചേരും. പ്രത്യേകിച്ച് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് നികത്താനാകാത്ത ഒരു നഷ്ടമാണ് ഈ വേർപാടിലൂടെ നമുക്ക് ഇല്ലാതായിക്കുന്നത്. പൊതുവെ സൗമ്യനും ആളുകളുമായിട്ട് എല്ലാവരുമായിട്ടും സൗഹൃദം പുലർത്തിയ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ജനങ്ങളുമായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം കേൾക്കുവാനും അതോടൊപ്പം തന്നെ അത് പരിഹരിക്കുവാനും തന്നാൽ കഴിയുന്ന വിധം എല്ലാവിധ
നന്മകളും നാടിനും നാട്ടുകാർക്കും ചെയ്തു തന്ന ഒരു വ്യക്തിത്വത്തിനെയാണ് നമുക്ക് നഷ്ടമായത്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും നാടിൻ്റെ ദുഃഖത്തിലും പങ്കുചേരുകയാണ്. നമ്മൾ വളരെയേറെ മാനസിക സങ്കടകരമായിട്ടുള്ള ഒരനുഭവമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ CPM-നെ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ പങ്കാണ് ഞങ്ങൾക്കെന്നും ആവശ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളുമായിട്ട് അത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വ്യത്യസ്തമായിക്കൊണ്ട് രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരോട് അഗാധമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും. ആ ബന്ധങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. ആ പ്രവർത്തനം എന്നും നമുക്ക് മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മികവാണ് ചങ്ങനാശ്ശേരിയിലെ പാർട്ടിയെ 13 വർഷക്കാലം പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ പാർട്ടിയെ നയിച്ച് ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റി. അതിന് എനിക്ക് അഭിമാനകരമായിട്ടും തോന്നുന്നത് ചങ്ങനാശ്ശേരി പോലൊരു നിയോജക മണ്ഡലത്തിൽ 40 വർഷക്കാലത്തിന് ശേഷം ജോ മൈക്കിളിനെ LDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കഴിവ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ ആ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷമാക്കി മാറ്റുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. 4400 കുറിച്ചി പഞ്ചായത്തിൽ തന്നെ നേടുവാൻ അദ്ദേഹത്തിന് കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സംഘടനാ മികവാണ് മഹാരഥന്മാരായിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി വൈക്കം വിശ്വനും KJ തോമസും VN വാസനും പോലുള്ള മഹാന്മാരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരിരുന്ന ആ കസേരയിലേക്ക് ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് സംഘടനാ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ പ്രത്യേക പരിപാടി തയ്യാറാക്കി പാർട്ടിയിലെ ഓരോ അംഗത്തെയും സജീവമാക്കുന്നതിനും പാർട്ടി അംഗങ്ങളെ സജീവമാക്കുന്നതിനും വർഗബഹുജന സംഘടനകളെ ശക്തമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ സംസ്ഥാനത്തിന് മാതൃകയായിട്ട് അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ 1-ാം ഘട്ടം കഴിയുമ്പോഴാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഈ അസുഖത്തിൻ്റെ ബാധ്യത അറിഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠര അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് ഞാൻ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്നപ്പോൾ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളെന്ന് പറഞ്ഞു. അവസാനമായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ അദ്ദേഹത്തെ യാത്രയാക്കി. അദ്ദേഹത്തെ ഒരു അന്ന് തന്നെ വരത്തില്ലെന്ന് ചോദിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം കാർ മാർഗം അവിടെ ചെല്ലുമ്പോൾ നമുക്കെങ്ങനെ പറയണമെന്നറിയില്ല. 2 പ്രാവശ്യം അദ്ദേഹം ഫോൺ ചെയ്ത് ചോദിക്കുക, നിങ്ങൾ വരുകയല്ലെന്ന് ചോദിച്ച് എവിടം വരെ ആയെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് വിപിൻ ദേവസേ എന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ രാത്രി 10 മണിയായി. അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട വാസൻ ചേട്ടൻ അന്ന് വൈകിട്ട് വരുകയും 11 മണിക്ക് വരുകയും പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഡോക്ടർമാരോട് സംസാരിക്കുകയും വാസൻ ചേട്ടൻ താമസിച്ച KTDCയിൽ ഡോക്ടർമാർ വന്ന് ഈ രോഗത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയും അമേരിക്കയിൽ നിന്നാണ് വിദഗ്ധനായിട്ടൊരു ഡോക്ടർ വന്ന് സർജറി ചെയ്യും. സർജറി പിറ്റേ ദിവസം 5 മണിക്ക് തുടങ്ങിയ സർജറി രാത്രി 2 മണി വരെ നീണ്ടുനിന്ന സർജറിയാണ്. ആ സർജറിക്ക് ശേഷം അദ്ദേഹം ഞങ്ങളെ വാട്സാപ്പിലൂടെ സംസാരിക്കുകയും ഞങ്ങൾ 3 ദിവസം അവിടെ നിന്ന് പോയി. എനിക്കേറെ സങ്കടകരം എന്ന് പറയുമ്പോൾ മരിക്കുന്നതിൻ്റെ തലേദിവസം 1:30 ആയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാൻ ചെയ്ത റിസൾട്ടും അനുകൂലമാണെന്നും സന്തോഷകരമായിട്ട് അവർ ആ വർത്തമാനം കേട്ട് പർച്ചേസിനും ഭാര്യയും മകളുമായിട്ട് പോയി തിരികെ KTDCയുടെ ഹോട്ടലിലോട്ട് വരുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാ സംഘടനാ പ്രവർത്തനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ. പാർട്ടി തരുന്നതല്ല, അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തോടു കൂടി എല്ലാത്തിനെയും ചലനാത്മകമാക്കുന്നത് ഒരു അമാനുഷിക സംഘടനാ പാഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ പാർട്ടിക്കും പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരിയിലെ പാർട്ടിക്കും വലിയ തീരാ നഷ്ടമാണ്. ആ ദുഃഖം എങ്ങനെ അറിയിക്കണമെന്ന് അറിയാൻ മേലാത്ത അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾക്കൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ
ഞങ്ങളുടെ പ്രത്യേകിച്ച് മാടപ്പള്ളിയിലെ സഖാക്കൾക്ക് ഭയങ്കരമായ ഒരു വലിയ കരുതലായിരുന്നു. എവിടെ ചെന്നാലും ജില്ലാ സെക്രട്ടറിയുടെ നാട്ടുകാർ അത് കിട്ടുന്ന ഒരു പരിഗണന. എന്തിനേറെ പറഞ്ഞ് പാർട്ടി ഓഫീസിൽ ചെന്നാൽ പോലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചൊരുങ്ങി ഒരു ജില്ലാ സെക്രട്ടറിയുടെ മുൻപിൽ പോയി എത്ര വലിയ കാര്യങ്ങളും പറയാം എന്നുള്ള ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഏറ്റവും വലിയൊരു സാധ്യതയായിരുന്നു ഞങ്ങളുടേത്. മറ്റുള്ളവർക്ക് എന്തെല്ലാം കടമ്പകൾ കിടക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വ്യക്തിപരമായി എനിക്ക് റസലനുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിൽ എനിക്ക് അടുപ്പത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഒരാളെ പഠിക്കാൻ ഏറ്റവും മിടുക്കനായിരുന്നു. ഞാൻ എന്താണെന്ന് റസലനറിയാം. ഞാനെന്ന് പറഞ്ഞാൽ ഓരോ സഖാവും എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നും എൻ്റെ വീക്ക്നെസ് എന്താണെന്നും റസലനറിയാം. അതുപോലെയാണ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുക. ഞങ്ങളോട് ഓരോരുത്തരോട് പറയും, നമ്മൾ പാർട്ടിയിൽ ഓരോരുത്തരും ഉപയോഗിക്കുക അവരവരുടെ ശേഷി അനുസരിച്ചാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല ശേഷി. അവൻ്റെ ശേഷി എന്താണോ അത് കണ്ടുപിടിച്ച് വേണം നിങ്ങൾ അവരെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ. നേർവഴിക്ക് നടത്തുന്നതിൽ ഒരുപക്ഷെ ഈ ചെറുപ്പത്തിൻ്റെ ചാവലി ഒരുപാടുള്ള ഒരു പ്രായമാണല്ലോ ഇത്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ റസലൻ്റെ ഒരു കൃത്യമായ ഉപദേശവും കരുതലും വിമർശനവും നേരെയാക്കിയെടുക്കണം എന്നുള്ള തോന്നൽ വരുന്നു. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ് ഞാൻ CPM-ൻ്റെ മാടപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയത്. അന്നും ഇതുപോലെ വളരെ ചെറുപ്പത്തിലാണ് ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറി സ്ഥാനം കിട്ടുന്നത്. അതിൻ്റെ ഗൗരവത്തിൽ കാണണം. ഇതുവരെ നിനക്ക് നല്ല അച്ചടക്കത്തിൻ്റെ കുറവുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല അച്ചടക്കത്തോടെ നല്ല വ്യക്തിയായി ഉയർന്നു വരണം. ഈ പാർട്ടിക്ക് നിന്നെ വേണം, അതുകൊണ്ട് നല്ല തരത്തിലേക്ക് ഉയർന്നു വരണം എന്നുള്ള ആ ഒരു കരുതൽ വരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് നല്ല മാടപ്പള്ളിയിലെ സഖാക്കൾക്ക് ഇതൊരു വലിയ നഷ്ടമാണ്. നഷ്ടമെന്ന് വെച്ചാൽ നികത്താൻ പറ്റുന്നതിനേക്കാൾ വലിയ നഷ്ടം. കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എന്നെപ്പോലെയാണ് ഇവിടെ മാടപ്പള്ളിയിലെ ഏതൊരു സഖാവിനും ഇതുപോലെയാണ്, എല്ലാവർക്കും അതുപോലെയാണ്. ഈ ഒരു ആകസ്മികമായ വേർപാട് പൊരുത്തപ്പെടാൻ ഒട്ടും സമയം കിട്ടിയില്ല. എനിക്ക് വലിയ നഷ്ടമാണ്, ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയ നഷ്ടം. റസലൻ്റെ വേർപാട് ഞങ്ങളുടെ പഞ്ചായത്തിനും പാർട്ടിക്കും വളരെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. 2000-ൽ എന്നെ ജനപ്രതിനിധിയാക്കിയതാണ്. അത് തുടർച്ചയായിട്ടും എന്നോടൊപ്പം 25 വർഷമായിട്ട് ജനപ്രതിനിധിയാകുവാൻ കഴിഞ്ഞതും റസലൻ്റെ സഹായമാണ്. എപ്പോഴും വഴക്ക് പറയും, നമ്മളെ ഒരു സഹോദരന് തുല്യമായിട്ട് നിന്ന് നമ്മളോട് ഉള്ളിൻ്റെ സ്നേഹം എപ്പോഴും ഗൗരവത്തോടെ കാണുകയും വിളിച്ചിട്ട് നമ്മളെ വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത റസലിൻ്റെ വേർപാട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് റസലിൻ്റെ വേർപാട് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കുടുംബത്തോടൊപ്പം ഞാൻ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. പൊതുപ്രവർത്തന രംഗത്ത് വളരെ നിറസാന്നിധ്യമായിരുന്ന നമ്മുടെ AV റസലിന് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തും. സഖാവ് റസല് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ മുഖമായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംസ്കൃത രാഷ്ട്രീയത്തിൻ്റെ കരപുരടാത്ത നേതൃത്വം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ അപഗ്രഥിക്കാനും അത് തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കോട്ടയം ജില്ലയിൽ ശക്തിപ്പെടുത്തുന്നതിനും ധീരമായ ഒരു നേതൃത്വമാണ് പ്രിയ സഖാവ് റസല്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ല അനുശോചിക്കുന്നു. അതൊരു ദുഃഖമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും താങ്ങാവുന്നതിനപ്പുറമാണെന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഓർക്കുകയാണ്.